ശബരിമലയിൽ കേരള സദ്യ ഈ മാസം 21 മുതൽ ഒന്നിടവിട്ട ദിവസങ്ങളിലാകും സദ്യ വിളമ്പുക. അരവണ വിതരണം പുനഃക്രമീകരിച്ചു. ശബരിമല മാസ്റ്റർ പ്ലാൻ ഇടനിരക്കാരില്ലാതെ സ്പോൺസർമാരെ കണ്ടെത്തി നടപ്പിലാക്കുമെന്നും ഇത് സംബന്ധിച്ച ചർച്ചയ്ക്കായി പ്രത്യേക യോഗം നാളെ ദേവസ്വം ബോർഡ് ആസ്ഥാനത്ത് ചേരുമെന്നും തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് പ്രസിഡന്റ് കെ ജയകുമാർ അറിയിച്ചു. ബുക്ക് ചെയ്ത തീർത്ഥാടകരെ മാത്രമേ പുല്ലുമേട് വഴി കടത്തിവിടാൻ പാടുള്ളൂവെന്ന് ഹൈക്കോടതി നിർദ്ദേശിച്ചു. മണ്ഡലപൂജയ്ക്കുള്ള ഒരുക്കങ്ങൾ വിലയിരുത്താൻ സന്നിധാനത്ത് ചേർന്ന പ്രത്യേക യോഗത്തിനു ശേഷമാണ് കേരളീയ സദ്യയിലെ അനിശ്ചിതത്വങ്ങൾ നീങ്ങിയതായി തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് പ്രസിഡന്റ് കെ ജയകുമാർ അറിയിച്ചത്. ഒരു ദിവസം രണ്ടും കൂടെ കൊടുക്കാനുള്ള സാഹചര്യം നോക്കില്ല. ഇന്ന് പുലാവാണെങ്കിൽ നാളെ സദ്യ, മറ്റന്നാൾ പുലാവ് എന്നുള്ളതിലേക്ക് അരവണ ഒരാൾക്ക് 20 എന്ന രീതിയിൽ നിജപ്പെടുത്തും. അടുത്ത വർഷം മുതൽ സന്നിധാനത്ത് ഉൽപ്പാദിപ്പിക്കുന്ന അരവണ നിലയ്ക്കലിലും ലഭ്യമാക്കാനാണ് ആലോചന. അക്കോമഡേഷൻ നൽകുന്ന അഡ്വാൻസ് തിരിച്ചു കിട്ടുന്നില്ലെന്ന പരാതി പരിഹരിക്കാൻ പ്രത്യേക കൗണ്ടർ ആരംഭിക്കാനും തീരുമാനമായി. ശബരിമല മാസ്റ്റർ പ്ലാനിൽ ഉടൻ നടപ്പാക്കേണ്ടവയുടെ മുൻഗണന നിശ്ചയിക്കാൻ നാളെ ദേവസ്വം ബോർഡ് ആസ്ഥാനത്ത് പ്രത്യേക യോഗം ചേരും. കുറേയേറെ പ്രോജക്റ്റുകൾ അടുത്ത വർഷത്തെ തീർത്ഥാടനത്തെ ഗുണകരമായി സ്വാധീനിക്കുന്ന പ്രോജക്റ്റുകളെ നമ്മളൊന്ന് മുൻഗണനാ ക്രമം നാളെ നിശ്ചയിക്കും. കാനനപാത വഴിയെത്തുന്ന തീർത്ഥാടകരുടെ എണ്ണം നിയന്ത്രിക്കും. ഇതിനായി പ്രത്യേക പാസ് സൗകര്യം ഒരുക്കും. സ്പോട്ട് ബുക്കിംഗിൽ ഇളവ് വരുത്താനാണ് തീരുമാനം. മകരവിളക്കുമായി ബന്ധപ്പെട്ട റിവ്യൂ മീറ്റിംഗ് ദേവസ്വം മന്ത്രി വി എൻ വാസവന്റെ നേതൃത്വത്തിൽ 26-ന് ചേരും. അതേസമയം സന്നിധാനത്തേക്ക് ബുക്ക് ചെയ്ത തീർത്ഥാടകരെ മാത്രമേ പുല്ലുമേട് വഴി കടത്തിവിടാവൂ എന്ന് ഹൈക്കോടതി ദേവസ്വം ബെഞ്ച് നിർദ്ദേശിച്ചു. എരുമേലിയിൽ നിന്ന് കാനനപാത വഴി വരുന്നവർക്കും ബുക്കിംഗ് നിർബന്ധമാണ്. 24 സന്നിധാനം. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.